ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ സിറ്റി യൂണിയൻ ബാങ്ക് ഉണ്ടല്ലോ, സിറ്റി യൂണിയൻ ബാങ്ക് ഇപ്പോൾ കുറച്ച് ക്രെഡിറ്റ് കാർഡ്സുകൾ, അതായത് നമ്മുടെ CSK അതുപോലെ തന്നെ SRH ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക ടീം IPL ടീമുകൾ അവരായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കാൻ പോകുന്നുണ്ട്. അതായത് അവർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി സിറ്റി ബാങ്ക് യൂണിയൻ കസ്റ്റമറും സംഭവമൊക്കെയാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കാർഡുകൾ നോക്കിക്കാം. COBയുടെ SRH റൂപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, SRH മാസ്റ്റർ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, SRH മാസ്റ്റർ വേൾഡ് ക്രെഡിറ്റ് കാർഡും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ CSKയുടെ റൂപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡും, CSK മാസ്റ്റർ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡും, CSK മാസ്റ്റർ വേൾഡ് ക്രെഡിറ്റ് കാർഡും. അപ്പോൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 6 ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് CSKയുടെ 3 അതുപോലെ തന്നെ SRHന്റെ 3 ആക്ച്വലി ഇപ്പോൾ സിറ്റി യൂണിയൻ ബാങ്ക് ടൈപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ കോർപ്പറേറ്റ് കാർഡായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും കിട്ടും. ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി, ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലാക്കി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ജോയിൻ ഫീസിൻ്റെ കാര്യങ്ങൾ വെച്ച് പറയാം. നമ്മുടെ ഇതിൽ നമുക്ക് വരുന്നില്ല. ആദ്യം ലോഞ്ച് എൻട്രി ലെവൽ കാർഡ് എന്ന് പറയുന്നത് റൂപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. റൂപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 രൂപ പ്ലസ് GST ആണ്. അത് CSK കാർഡ് ആയിക്കോട്ടെ, SRH റൂപേ വേരിയൻ്റ് കാർഡ് ആയിക്കോട്ടെ, രണ്ടെണ്ണത്തിനും 500 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്, ജോയിൻ ഫീസ് കിട്ടാം. ഇനി CSKയുടെ മാസ്റ്റർ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ 1000 രൂപ പ്ലസ് GSTയും, SRHന്റെ മാസ്റ്റർ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും 1000 രൂപ GST ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മാസ്റ്റർ വേൾഡ് ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ 4000 രൂപ പ്ലസ് GST ആണ് നമുക്ക് ജോയിൻ ഫീസ് വരുന്നത് കേട്ടോ. ജോയിൻ ഫീസ് ആയാലും ആനുവൽ ഫീസ് ആയാലും കേട്ടോ. അപ്പോൾ എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞാൽ 18 എബോവ് ആൻഡ് 65 ആണ് മാക്സിമം വരുന്ന ഏജ്. ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം, സെൽഫ് എംപ്ലോയ്ഡ് ആയാലും അല്ലെങ്കിൽ സാലറി ആയിരിക്കും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പാൻ കാർഡ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് ഇൻകം, പ്രൂഫ് ഓഫ് റെസിഡൻസ് മതി. പിന്നെ റിവാർഡ് റേറ്റും കാര്യങ്ങളൊക്കെ അവർ എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ഫുള്ളി അപ്ലൈ ചെയ്യാനുള്ള ലോഞ്ച് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാർഡ് കിട്ടുമ്പോൾ തന്നെ കുറച്ച് മർച്ചൻഡൈസ് ഡിസ്കൗണ്ട്സും അതുപോലെ തന്നെ മർച്ചൻഡൈസ് ഒക്കെ ഫ്രീ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് CSKയുടെയും SRHൻ്റെ ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ റൂപേ വേരിയൻ്റ് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിൽ നമുക്ക് ജോയിൻ ഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 500 പ്ലസ് GST ആണ്. വെൽക്കം ബോണസ് ആയിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് CSK കോർപ്പറേറ്റ് ഗുഡീസ് ആണ് കിട്ടുക വെൽക്കം ഗിഫ്റ്റ് ആയിട്ട്. അതായത് അവരുടെ കുറച്ച് ടീഷർട്ട് ആവാൻ സംഭവമൊക്കെ ആയിരിക്കും. എയർപോർട്ട് ലോഞ്ചസ് എല്ലാത്തിലും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. മാസ്റ്റർ വേരിയൻ്റ് ആയിക്കോട്ടെ, മാസ്റ്റർ വേൾഡ് ക്രെഡിറ്റ് കാർഡ് വേൾഡ് വേരിയൻ്റ് ആയിക്കോട്ടെ, എല്ലാ ഇതിലും നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാത്തിലും ബാധകമാണ്. നിങ്ങൾ SRH കാർഡ് എടുക്കുകയാണെങ്കിൽ SRHൻ്റെ ഗുഡീസ് കിട്ടും, CSKയുടെ കാർഡ് എടുക്കുകയാണെങ്കിൽ CSKൻ്റെ ഗുഡീസാണ് വെൽക്കം ഗിഫ്റ്റ് കിട്ടുക. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇത് ലോഞ്ച് ആകുമ്പോൾ പറയട്ടെ. ഓൾറെഡി ഇനീഷ്യൽ ലോഞ്ച് മാത്രമേ ആയുള്ളൂ. ഇതിൻ്റെ ബാക്കി സംഭവം അപ്ലൈ ചെയ്യാൻ ലിങ്ക് സംഭവം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പുറത്തേക്ക് ഇതുവരെ ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ റിവാർഡ് റേറ്റ് സംഭവം അങ്ങനെ സംഭവം ഒന്നും പുറത്തുവിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു IPL ഫാൻ ആണെങ്കിൽ നോക്കാവുന്ന സംഭവമാണ്. CSB ബാങ്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഓൺലൈൻ വലിയ കാര്യമായിട്ടുള്ള സംഭവം വരാൻ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ CSBയുടെ ഓൺലൈൻ ഫീച്ചേഴ്സും സംഭവമൊക്കെ ഭയങ്കര മോശം. എനിക്ക് ആക്ച്വലി CSBയുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓൺലൈനൊക്കെ ഒരു സീറോ ബാലൻസ് അല്ല, ഒരു 1000 രൂപ നോർമൽ മിനിമം ബാലൻസ് വരുന്ന ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വെബ്സൈറ്റൊക്കെ ഭയങ്കര ഷോക്കാണ്, ആപ്പായാലും ഭയങ്കര ഷോക്കാണ്. അതാണ് അവരുടെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.